ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനിടെ ദില്ലി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പോലീസ് കേസെടുത്തു. 55 സീറ്റുകൾ വരെ നേടാമെന്ന പ്രതീക്ഷ ആം ആദ്മി മുന്നോട്ട് വയ്ക്കുമ്പോൾ 3-2 ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന കണക്കൂട്ടലിലാണ് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി അതിഷിക്കെതിരെയും ആം ആദ്മി പ്രവർത്തകർക്കെതിരെയും ദില്ലി പോലീസ് കേസെടുത്തത്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ചാണ് അതിഷിക്കെതിരെ കേസെടുത്തത്. BJPയുടെ രമേഷ് ബിദുരിക്കെതിരെ സംസാരിച്ചതാണ് തനിക്കെതിരായ കേസിന് പിന്നിലെന്ന് അതിഷി ആരോപിച്ചു. രമേഷ് ബിദുരിയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതെന്നും അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്നും അതിഷി ചോദിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിനാണ് AAP പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ആം ആദ്മി പാർട്ടി 55 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നും BJP ഏറ്റവും വലിയ പരാജയം നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്താൽ 60 സീറ്റുകൾ വരെ AAP നേടാൻ സാധ്യതയുണ്ടെന്നാണ് കെജ്രിവാളിന്റെ അവകാശവാദം. അതേസമയം BJP 3-2 ഭൂരിപക്ഷം നേടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേന്ദ്ര ബജറ്റും നികുതികളും മധ്യവർഗ വോട്ടർമാർ നിർണായകമായ ദില്ലിയിൽ അനുകൂല സാഹചര്യമൊരുക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതേസമയം കോൺഗ്രസ് ഇത്തവണ രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയെയും മുൻനിർത്തി തിരിച്ചുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.